അങ്ങനെ ഞങ്ങൾ ബീച്ചിനോട് ചേർന്നുള്ള ഒരു ചെറിയ ഒരു ചായ അടിക്കാൻ പ്രത്യേക ഏരിയ ഉണ്ട്. കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ചായ കുടിച്ചു, പിന്നെന്താ പഴംപൊരി, പിന്നെ ഒരു കട്ട്ലറ്റും കഴിച്ചു. വളരെ റേറ്റ് കുറവാണ്, 60 രൂപ വാങ്ങിയുള്ളൂ. കാരണം ഇവിടുത്തെ സാഹചര്യം വെച്ച് ഈ സാധനങ്ങളൊക്കെ കൊച്ചിയിൽ നിന്ന് വരണം. വേറെ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ നമ്മൾ 100 രൂപയ്ക്ക് മേളിൽ ചിലവാക്കേണ്ടി വരും, ഇത്രയും എമൗണ്ട്. പക്ഷെ എന്നിട്ടും അവർ വളരെ റീസണബിളാണ് റേറ്റ് എല്ലാം വാങ്ങുന്നത്. ആരെയും പറ്റിക്കണമെന്നുള്ളൊരു ചിന്ത ഈ ജനങ്ങൾക്ക് ഒട്ടുമില്ല. ഉണ്ടല്ലേ? ബീച്ചിനോട് ചേർന്നുള്ള ചായക്കട. രാത്രി നല്ല സൂപ്പറാണ്. പക്ഷെ ചായ കുടിക്കണമെങ്കിൽ നിങ്ങൾക്ക് പശുമ്പാൽ ചായ കിട്ടില്ല. ഇവിടെ മൊത്തം പാൽപ്പൊടിയാണ്. പുതിയ അഡ്മിനിസ്ട്രേറ്റർ പശുവിനെ കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ അവർ പശുവിനെ അറുത്ത് കഴിക്കുന്നെന്നുള്ളതാണ് അവരുടെ പ്രശ്നം. 100% മെജോറിറ്റി മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനൊരു നിയമം കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണപരിഷ്കാരങ്ങളെല്ലാം ഈ ദ്വീപുകാരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണെന്നാണ് പൊതുവെ ഇവരിൽ നിന്ന് സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്.